ചന്ദ്ര വേണ്ട, എന്നെ ഇനി മേലെ ചന്ദ്രനെന്ന് വിളിക്കരുത്. ചന്ദ്രസ്വാമികൾ എന്നേ വിളിക്കാവൂ. ചന്ദ്രസ്വാമികൾ നിനക്ക് ഇടിക്കണത്തിന് എന്തൊരു ചന്ദ്രസ്വാമി എന്ന് പറഞ്ഞ ഒത്തില്ലേ അത്? അല്ല സ്വാമി ഇപ്പൊ ഇതെവിടെ പോണ്? ഈ ദുനിയാവിലെ ജീവിതം മടുത്തു ഭക്ത. ഇനി മനസ്സറിഞ്ഞ് എവിടെയെങ്കിലും സമാധിയാവണം. സമാധിയാവാൻ പോകുന്നു. ഇങ്ങോട്ടെവിടെ പോണ്? എനിക്ക് പ്രഷറിന്റെ ഗുളിക മേടിക്കണം, BP-യുടെ ഗുളിക മേടിക്കണം, പിന്നെ ചന്തയിൽ പോയിട്ട് കിഴങ്ങ് മേടിക്കണം 2 കിലോ, എന്നിട്ട് 10 രൂപ ചാളയും മേടിക്കണം, പിന്നെ പച്ചളം ഉണ്ടല്ലോ അതും മേടിക്കണം. എന്നിട്ട് അതിനെ കൊണ്ടൊന്നില്ലാണ് ഞവടി തിന്നിട്ടാണ് എനിക്ക് ഇനി സമാധി ഇരിക്കുക. അപ്പൊ നീറൂല്ലടാ എന്തിനാ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എങ്ങനെയാണ് ഈ സമാധി ഇരിക്കാൻ പോണത്? ഭക്ത, ഞാൻ വീട്ടിലൊരു കക്കൂസിന്റെ കുഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവിച്ച കിഴങ്ങും അവിച്ച ചാളയും ആ പച്ചവളവും ഉടച്ച് അതും കൂടെ കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് പതുക്കെ ഇരിക്കുന്നു. ഇന്നെല്ലാം കൂടെ കൂട്ടി അങ്ങ് തീർന്നു. എന്നിട്ട് ഞാനൊരു ഏമ്പക്കം വിടും. അതിങ്ങനെ കയറി എൻ്റെ തലയിൽ കൂടെ അങ്ങ് മുകളിൽ പോണതും 2 പേരും എടുത്ത് ചാവ് പിടിച്ച് അങ്ങ് വയ്ക്കും. അപ്പോൾ എൻ്റെ സമാധി പൂർത്തിയാവും ഭക്ത. ചന്ദ്രസ്വാമികളുടെ സമാധി സൂപ്പർ. സിദ്ധനാ, മഹാസിദ്ധൻ.